ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം. സദൃശ്യവാക്യങ്ങൾ 20:20 ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ അവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകുമെന്ന് എഴുതിയിരിക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകത എടുത്തു പറഞ്ഞിരിക്കുന്നു. അപ്പനെയോ അമ്മയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അവൻ അപ്പനെയും അമ്മയും ശപിച്ചു, അവൻ്റെ രക്തം അവൻ്റെ മേലിരിക്കുമെന്ന് മുന്നറിയിപ്പ് ലേവ്യാപുസ്തകം 20:9 കാണുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ യേശു തന്നെയാണ് ഏറ്റവും നല്ല മാതൃക. യേശു ബാലനായിരിക്കുമ്പോൾ അവൻ അവരോടുകൂടെ നസറത്തിൽ വന്നവർക്ക് കീഴടങ്ങിയിരുന്നു എന്ന് ലൂക്കോസ് സുവിശേഷം 2:51 കാണുന്നു. അനേകർ തങ്ങളുടെ മാതാപിതാക്കളെ നിരന്തരമായി അപമാനിക്കുകയും നിന്ദിക്കുകയും വാർദ്ധക്യത്തിൽ അവർ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കന്മാരുടെ ഭാഗത്തൊന്നും തെറ്റുകൾ സംഭവിച്ചേക്കാം, എങ്കിലും അവരെ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. അങ്ങനെയുള്ളവരുടെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകുമെന്നുള്ളതിൽ വിളക്ക് അവരുടെ സമൃദ്ധി, ജീവിതം, ദൈവികമായ മാർഗനിർദ്ദേശം എന്നിവയെ കാണിക്കുന്നു. അവർ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് തകർച്ചകളെയും നിരാശകളെയും അകാലത്തുള്ള നാശവും അനുഭവിക്കേണ്ടതായി വരും. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുവാൻ അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കുവാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഓർക്കുക, ഈ വചനം ലംഘിച്ചാലുള്ള പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ദൈവിക കൃപ നഷ്ടപ്പെടുവാനും കുടുംബ ബന്ധങ്ങൾ തകരുവാനും ആത്മീയമായ അന്ധത ബാധിച്ച് ലക്ഷ്യബോധമില്ലാത്ത ജീവിതം നയിക്കേണ്ടതായും വരും. ഇന്നത്തെ തലമുറയ്ക്ക് ചെയ്യുവാൻ കഴിയുന്നത്, അവരുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടവരാകാം, എങ്കിലും അവർ ജീവിച്ചിരുന്ന കാലത്ത് തന്ന നല്ല മാർഗനിർദ്ദേശങ്ങൾ ഓർക്കുകയും ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുക. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ അവരെ സ്നേഹിക്കുക, സഹായിക്കുക, അവരോട് ക്ഷമിക്കുക, വാർദ്ധക്യ കാലത്ത് അവർക്ക് സന്തോഷം കൊടുക്കുക. പുറപ്പാട് പുസ്തകം 20:12 നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റിയ വചനമാണ്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. കൂടാതെ ദൈവം തന്ന മുന്നറിയിപ്പും നമുക്ക് ഓർക്കാം. ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ അവരുടെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us.